1201 ആണ്ട് വൃശ്ചിക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് വൃശ്ചിക കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രങ്ങളും ചേർന്നതാണ് വൃശ്ചികക്കൂർ എന്ന് പറയുന്നത്. 17-11-2025 മുതൽ 15-12-2025 വരെയുള്ള ഒരു മാസ കാലയളവിലെ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. 5-12-2025 ഗുരു കർക്കിടകം രാശിയിൽ നിന്നും വക്രം സഞ്ചരിച്ച് മിഥുനം രാശിയിൽ എത്തിച്ചേരുന്നു. മോശമായ ഫലങ്ങളാണ് വൃശ്ചികക്കൂറുകാർക്ക് ഗുരു സൂചിപ്പിക്കുന്നത്. ദുഃഖങ്ങളും രോഗങ്ങളും പരാതികളും കേസുകളും അങ്ങനെ പല രീതിയിലും കാര്യങ്ങൾക്കെല്ലാം തടസ്സവും ഒക്കെ ആയിട്ടാണ് കാണുന്നത്. ഇനി ബാക്കി വിശദമായിട്ട് നോക്കാം. സൂര്യൻ, ചൊവ്വ, ബുധൻ എന്നീ 3 ഗ്രഹങ്ങൾ വൃശ്ചിക രാശിയിൽ സംയോജിക്കുന്നു. വേഗം കോപം ഉണ്ടാകാം, ദേഷ്യം വരാം, അമിതമായ ആത്മവിശ്വാസം ഉണ്ടാകാം. ചിലപ്പോൾ ധൃതിയിൽ ഉള്ളതുപോലെ ധൃതിപ്പെട്ടിട്ട്, അതായത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പെരുമാറ്റമായിരിക്കും, ധൃതി പിടിച്ച ഒരു പെരുമാറ്റമായിരിക്കാം. പല കഷ്ടതകളും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ബുദ്ധിയും യുക്തിയും കൂടി ചേർത്ത് ആലോചിച്ച് ചെയ്താൽ ഈ പ്രശ്നങ്ങളൊന്നും വരാണ്ട് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. അത് ചെയ്താൽ മാത്രം മതി. ചില സമയങ്ങളിൽ സൽക്കർമ്മങ്ങൾക്ക് ഫലം ലഭിക്കാത്തൊരു സാഹചര്യം വരാം. കാര്യാദികൾക്ക് തടസ്സം വരാനൊരു സാധ്യത കാണുന്നുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്നത് മാത്രമേ ഉള്ളൂ. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും കഴിയുന്നതും കലഹത്തിനൊന്നും പോകാതിരിക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായ വൈരാഗ്യമുണ്ടാകും. ഈ സമയത്ത് ശാന്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ദേഷ്യപ്പെട്ട് അങ്ങനെ രീതിയിലൊന്നും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ധനലാഭം, ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഭാര്യാസുഖം, പുത്രസൗഖ്യം, ആജ്ഞാപിക്കാനുള്ള അധികാരമുള്ള ജോലി എന്നിവ കിട്ടാനും വളരെ ഗുണഫലങ്ങളും ഉള്ള ഒരു സമയം കൂടിയാണ്. ഇനി ഓരോ നക്ഷത്രത്തിനെയും വേർതിരിച്ചാണ് ഫലങ്ങൾ ഞാൻ പറയുന്നത്. വിശാഖ നക്ഷത്രക്കാർക്ക് 9 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ഗുണപരമായ പലതും കുടുംബത്ത് നടക്കാം. സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളും ലഭിക്കാം. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ബന്ധുജനങ്ങളുടെ സഹകരണവും ലഭിക്കാം. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വരാം. സൂക്ഷിച്ചില്ലെങ്കിൽ പോലീസ് പരാതി, കോടതി കേസുകളൊക്കെ വരേണ്ട ഒരു സാധ്യതയുണ്ട്. അവസാനത്തെ 4 വർഷങ്ങൾ യാതൊരു കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ കടന്നു പോകും. തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ കിട്ടിയ തൊഴിൽ ഉപേക്ഷിക്കരുത്. ആരോഗ്യം ഒരു പരിധിവരെ നല്ലതായിരിക്കും. കലാ സാംസ്കാരിക രംഗങ്ങളിൽ തൻ്റേതായിട്ടുള്ള കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരവും കൂടിയാണിത്. 28 മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് ആഗ്രഹിക്കുന്ന വിവാഹം നടക്കാം. ഇഷ്ടപ്പെട്ട തൊഴിൽ നേടിയെടുക്കാൻ സാധിക്കും. വാഹനം, വീട്, സ്ഥലം എന്നിവ സ്വന്തമാക്കാൻ സാധിക്കും. ധനം, ധാന്യം എന്നിവ ധാരാളമായിട്ടുണ്ടാകും. ശാരീരിക അസ്വസ്ഥതകളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. അലർജിയുടെ ചെറിയ ശല്യങ്ങൾ വന്നേക്കാം. ലഭിച്ച തൊഴിലിൽ പുരോഗതി ഉണ്ടാകും. കലാ സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനാൽ ധാരാളം അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവർക്ക് അശ്രദ്ധ കാട്ടാതിരുന്നാൽ ധനനേട്ടം ധാരാളം പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. ഐശ്വര്യം നിലനിർത്താനുള്ള പൂജകൾ സ്വയം ചെയ്യുക. പൊതുവെ ഏറെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണിത്. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ഇത്രയും കാലത്തെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളെല്ലാം മാറി ഭയങ്കര സന്തോഷവും സമൃദ്ധിയൊക്കെ ഉണ്ടാകും. പുതിയ വീടും പുതിയ വാഹനങ്ങളും സ്ഥലങ്ങളും വാങ്ങുവാൻ സാധിക്കും. ഉന്നതങ്ങളിൽ നിന്നും അവാർഡുകൾ ലഭിക്കേണ്ട സാധ്യതയുണ്ട്. കലാരംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ആഗ്രഹങ്ങളെല്ലാം നടക്കുന്ന ഒരു സമയമാണ്. സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പലതരത്തിലുള്ള ധനനേട്ടങ്ങൾ വരാം. ചില രോഗങ്ങൾ വരുമെങ്കിലും അതെല്ലാം കൃത്യസമയത്ത് വൈദ്യസഹായം ലഭിക്കുന്നതിനാൽ അതൊന്നും വലിയ പ്രശ്നമാകാണ്ട് പോകാൻ സാധിക്കും. പിന്നെ നടക്കുമ്പോൾ വീഴാതെ നോക്കണം. വീണ് കഴിഞ്ഞാൽ ഒടുവ് ചതവ് വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി അനിഴം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. 13 വയസ്സ് വരെയുള്ളവർക്ക് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് താമസം മാറാനായിട്ടുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. ചില അസുഖങ്ങൾ വരാം. ചെയ്യാത്ത കാര്യത്തിന് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. പല രീതിയിലും ചൂഷണം നടക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. പല തെറ്റുകളിലും ചെന്ന് ചാടിയെന്ന് വരാം. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ആശ്വാസം ലഭിക്കാം. സംരക്ഷണം ലഭിക്കാം. ബുദ്ധിപരമായി ഉയർന്ന നിലവാരമുള്ള ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം, നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ലഭിക്കാം.
ആ ലഭിച്ച വിദ്യയുടെ അനുസരിച്ചിട്ടുള്ള നല്ല തൊഴിലും അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ധനം ധാരാളം ലഭിക്കാം. ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങാം. എങ്കിലും രോഗങ്ങൾ ചിലത് പ്രയാസപ്പെടുത്താം. എന്നാലും ഭയക്കേണ്ടതില്ല. 30 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ദമ്പതിമാർ തമ്മിൽ കലഹിക്കേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഈഗോ ഉണ്ടാകാനും ബന്ധം വേർപിരിയാനും ഉള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതിനാൽ അതിനൊന്നും ഇടയാകാതെ സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും. ധനം ലഭിക്കുമെങ്കിലും ആവശ്യമായത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് ചെലവുകൾ കാരണം ധനം തികയാതെ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വരാം, വലിയ രോഗങ്ങളല്ല. 37 മുതൽ 57 വയസ്സ് വരെ ഉള്ളവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ സാധിക്കും. സമ്പത്ത് ധാരാളം ഉണ്ടാകും. എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ തരുന്നുണ്ട്. ഒരുപക്ഷെ ദേശത്തിൻ്റെ ഭരണാധികാരിയാകാൻ സാധിക്കും. പുനർവിവാഹം കഴിക്കാനും ഒരു സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. കണ്ണിനും ഉദരത്തിലും വായിലൊക്കെ ചില അസുഖങ്ങൾ ഉണ്ടാവേണ്ട സാധ്യതയുണ്ട്. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെ ഉള്ളവർക്ക് പല ദുഃഖങ്ങളും മനപ്രയാസങ്ങളും വരാം. ധനനാശം വരാം. അന്യദേശവാസം വന്നേക്കാം. വേണ്ടപ്പെടുന്നവർ മരിക്കാം. പോലീസ് പരാതി, കോടതി കേസുകൾ എന്നിവ ഉണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട്. ആഭിചാര ക്രിയകളിൽ നിന്നും ഭയം ഉണ്ടാകേണ്ട ഒരു സാധ്യതയുണ്ട്. ഇതെല്ലാം ആണെങ്കിൽ തന്നെയും ധനം ലഭിക്കുന്നതിന് ഒരു കുറവും വരികയില്ല. 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെ ഉള്ളവർക്ക് ധനം ധാരാളം ലഭിക്കാം. പുതിയ വാഹനങ്ങൾ ലഭിക്കുന്നതിനുള്ള സാഹചര്യമുണ്ട്. ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒന്നുമില്ലാതെ വളരെ സുഖവും സന്തോഷവുമായി ജീവിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനങ്ങളുണ്ടെങ്കിൽ അതും നല്ല ലാഭം കിട്ടുന്നതായിരിക്കും. 73 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് ചില ശസ്ത്രക്രിയകൾ നടത്തേണ്ട ഒരു സാഹചര്യം വരാം. അത് നടത്തിയാലേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യമാണ് കാണുന്നത്. മുറിവ്, ചതവ്, ഒടിവ് എന്നിവ, അതായത് ശരീരം വീഴാതെ നോക്കുക. വീണ് കഴിഞ്ഞാൽ ഈ ഒടിവ്, ചതവ്, മുറിവൊക്കെ ഉണ്ടായി വളരെ കഷ്ടത്തിലാകും. എങ്കിലും ചെലവുകളൊക്കെ വരും. എങ്കിൽ തന്നെയും അവർക്ക് പണത്തിൻ്റേതുള്ളത് കൊണ്ട് എല്ലാം നിയന്ത്രിച്ചും നല്ല വൈദ്യസഹായം ലഭിച്ചു പോകാൻ സാധിക്കുന്നു. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 9 വയസ്സ് മുതൽ 9 വയസ്സ് വരെ ഉള്ളവർക്ക് ബന്ധുമിത്രാദികളുടെ ഒത്തുചേരലുകൾ നടക്കാം. വേണ്ടുന്ന രീതിയിൽ അവർക്ക് സംരക്ഷണം ലഭിക്കാം. മനസ്സമാധാനം ലഭിക്കാം. പല രീതിയിലുള്ള പ്രയോജനകരമുള്ള കാര്യങ്ങൾ നടക്കാം. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ വരാം. ധനത്തിനും ഐശ്വര്യത്തിനും കോട്ടങ്ങൾ വന്നേക്കാം. സംഭവിക്കാൻ പാടില്ലാത്തതും നല്ലതുമായ പല അനർത്ഥങ്ങളും സംഭവിക്കാം. മരണതുല്യമായ പല വിപത്തുകളും വന്നു ചേരാം. വേണ്ടപ്പെട്ടവരുടെ വേർപാട്, അതായത് അവർ വേറെ ദൂരദേശത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്താൽ ദുഃഖമുണ്ടാകാം. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച പോലെ നടക്കാം. വിദ്യാഭ്യാസത്തിന് തടസ്സം കാണുന്നില്ല. ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവസരവും ലഭിക്കുന്നുണ്ട്. ഭാഗ്യം ലഭിക്കുന്നുണ്ട്. ആ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുന്നതിനുമുള്ള സാധ്യത കാണുന്നു. വിശേഷപ്പെട്ട തരത്തിൽ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടേണ്ട ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതിന് ഉന്നതങ്ങളിൽ നിന്ന് അവർക്ക് ഗുണങ്ങളും ലഭിക്കാം. അപ്രതീക്ഷിതമായി ബിരുദ സൽക്കാരങ്ങളിലും, അതായത് വളരെ ഉന്നത ശ്രേണിയിലുള്ള ആൾക്കാർ വിരുന്ന് സൽക്കാരത്തിന് നിങ്ങളെ ക്ഷണിക്കും. അവിടെയൊക്കെ പോയി അതിലൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും അതുമൂലം നിങ്ങൾക്ക് പല ഗുണങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്നു. സമ്പത്തും പദവി ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടാകുകയും ചെയ്യുന്നു. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ളവർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ശാരീരികമായും മാനസികമായും പ്രയാസങ്ങൾ വരാം. ധനച്ചെലവ് വരാം. വിദേശ രാജ്യം സന്ദർശിക്കാനും അല്ലെങ്കിൽ അവിടെ തൊഴിൽ ചെയ്യുന്നതിനും സാധിക്കുന്നു. മുറിവ്, ചതവ്, ഒടിവ് എന്നിവ വരാതെ ശ്രദ്ധിക്കുക. ബന്ധുക്കളോ ബന്ധുമിത്രമോ മരണപ്പെടേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകൾ തീർത്തും സുഖം ലഭിക്കുന്നു. പ്രതാപം, ഐശ്വര്യം, പദവി, ആഡംബര ജീവിതം എല്ലാം അവർക്ക് ദൈവം ഭാഗ്യം കൊടുക്കുന്നതാണ്. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അവയവങ്ങൾക്ക് സർജറി നടക്കാം. അത് ഒഴിച്ചുവിടാൻ പാടില്ലാത്തതാണ്. സർക്കാരിൽ നിന്നും ഭയമുള്ള നോട്ടീസുകൾ ലഭിക്കാം. കോടതി നടപടികളും ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. കോടതിയിലുള്ള കേസുകളുണ്ടെങ്കിൽ അതിന് പരാജയം സംഭവിക്കാം. അശ്രദ്ധ കാണിച്ചാൽ ജയിൽവാസം വരെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. മോഷ്ടാക്കൾ വന്ന് നിങ്ങളുടെ വിലപിടിച്ച സാധനങ്ങൾ മോഷ്ടിക്കപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുവകകൾ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുക. 59 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ളവർക്കും
അശ്രദ്ധ കാരണം ആണ്. അശ്രദ്ധ കാണിക്കുകയോ ബുദ്ധിമോശം കാണിക്കുകയോ ചെയ്താൽ പശ്ചാത്താപം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. ജീവിതത്തിൽ സകലതിനോടും വെറുപ്പ് വരാം. മരണതുല്യമായ ആപത്തുകൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. അത് 100% കൃത്യതയുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. നിങ്ങൾക്കുള്ള ജാതകപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഈ വൃക്ഷമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.